بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروف عنهم وحاق بهم ما كانوا به يستهزئون ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുസരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി പിന്തുടരുകയും ചെയ്ത് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തന്റെ നന്മക്കു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവക്കാരനാണ്. കുടുംബം നന്നാവാൻ, മക്കളുടെ ഭാവിക്ക് നന്മക്ക്, നല്ല കച്ചവടം, നല്ലൊരു ജോലി, സാമ്പത്തികമായ അഭിവൃദ്ധി, നല്ല ഒരു വീട്, എല്ലാ നന്മകളും ഉണ്ടായിത്തീരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല വീടായി, സമ്പന്നരായ മക്കളുണ്ടായി, എല്ലാവരെയും കെട്ടിച്ചയച്ചു, എല്ലാ നിലയിലും നന്മ കണ്ട് കേട്ട് ഒരു നാൾ അയാൾ മരിക്കും. അയാൾ ശ്രദ്ധിക്കാതെ പോയത് മരണം വരെയുള്ള എല്ലാ നന്മകളുടെയും കാര്യത്തിൽ
അയാൾ ബദ്ധശ്രദ്ധനായിരുന്നു. പക്ഷെ മരണത്തെക്കുറിച്ച് അതെങ്ങനെയായിരിക്കണം എന്നത്, അതിനപ്പുറത്തുള്ള ജീവിതത്തിൽ നന്മ ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് സത്യത്തിൽ നമ്മൾ മരണം യാഥാർത്ഥ്യമാണ്, മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട്, ഇവിടത്തെ നന്മയാണ് അവിടുത്തെ നന്മയുടെ അടിസ്ഥാനം എന്നൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്ത് മരണത്തെ മറക്കാമോ? മരണാനന്തര ജീവിതത്തെയല്ല, മരണത്തെ മറക്കാമോ? നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്നറിയും? യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന്. എങ്ങനെയാണോ നമ്മുടെ മരണം അതെവിടെ വെച്ചുമാവാം എന്നതിൽ തർക്കമില്ല, ആർക്കുമാവാം എന്നതിൽ തർക്കമില്ല, എപ്പോഴുമാകാം എന്നതിൽ തർക്കമില്ല, എങ്ങനെയുമാകാം എന്നതിലും തർക്കമില്ല. പക്ഷെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന്. നോക്കൂ, നിങ്ങളൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ മരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, അപ്പൊ ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങേണ്ടത് എങ്ങനെ, എന്ത് മനസ്സ് വെച്ചുകൊണ്ടായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹി ഇല്ലാ ജാഅ യൗമുൽ ഖിയാമത്തി വജുറഹു യസാബു ദമൻ അല്ലൗനു ലൗനു ദം വൽ അർഫു അർഫുൽ മിസ്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണ് കൊല്ലപ്പെടുന്നത്, മരണപ്പെടുന്നത്, രക്തസാക്ഷിയാവുന്നത് എങ്കിൽ ഏതവസ്ഥയിലാണോ മരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ തിരിച്ചു വരും. മുറിവ്, അതിൻ്റെ പച്ചപ്പാട് അപ്പോൾ മുറിപ്പെട്ടതുപോലെയുണ്ടാകും, അപ്പോൾ ഒഴുകി വരുന്ന രക്തം പോലെയുണ്ടാകും അവന്റെ രക്തം. അങ്ങനെ തന്നെ എഴുന്നേറ്റ് വരും എന്നാണ്. മറ്റൊരു റിപ്പോർട്ട് വായിക്കുമ്പോൾ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ അബ്ദല്ലാ ഇൻ ഖുതിൽത സ്വാബിറ മുഹ്തസിബൻ ബുഇസ്ത സ്വാബിറ മുഹ്തസിബ. അബ്ദല്ലാ, നീ മരണപ്പെടുന്നത് അള്ളാഹുവിൽ പൂർണ്ണമായ ഈമാനും തഖ്വയും പ്രതീക്ഷയും ക്ഷമയും വെച്ചുകൊണ്ടാണ് എങ്കിൽ നീ അങ്ങനെ തന്നെ എഴുന്നേറ്റു വരും. എന്നാൽ വൈൻ ഖുതിൽത മുറായിയൻ മുകാസിറൻ, നീ ഒരു ലോകമാന്യനാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണ്, ഒരു പൊങ്ങച്ചക്കാരനാണ് എങ്കിൽ ബുഇസ്ത മുറായിയൻ മുകാസിറൻ, അങ്ങനെ തന്നെ നീ എഴുന്നേറ്റ് വരേണ്ടി വരും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിശദീകരിച്ചു, അല അയ്യ ഹാലിൻ ഖാതൽത ഔ ഖുതിൽത, അതായത് നീ മരിക്കുകയാണെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിലും ആ മരിക്കുമ്പോഴുള്ളതിന്റെ അവസ്ഥ എന്താണോ, ബഅസകല്ലാഹു ബിതിൽകൽ ഹാൽ, അതുപ്രകാരത്തിൽ തന്നെ നീ എഴുന്നേറ്റ് വരേണ്ടി വരും. കുറെ നല്ല കാര്യങ്ങളാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ നമുക്ക്, ഇന്നൽ മുഅദ്ദിനീന വൽ മുലബ്ബീന യഖ്റുജൂന യൗമൽ ഖിയാമത്തി മിൻ ഖുബൂരിഹിം അൽ മുഅദ്ദിനു യുഅദ്ദിൻ വൽ മുലബ്ബി യുലബ്ബി. ബാങ്ക് വിളിക്കുന്നവരും ഇഹ്റാം വേഷത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ മരിച്ചയാളുകളും
യഖ്റുജൂന യൗമൽ ഖിയാമത്തി മിൻ ഖുബൂരിഹിം, അവർ ഖിയാമത്ത് നാളിൽ അവർ കബറുകളിൽ നിന്ന് ഇറങ്ങി വരിക. അൽ മുഅദ്ദിനു യുഅദ്ദിൻ, അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിച്ചുകൊണ്ട് മുഅദ്ദിൻ പരലോകത്തുണ്ടാകും. വൽ മുലബ്ബി യുലബ്ബി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ആ ഹാജിയും പരലോകത്ത് വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനീസുൽ ലിൽ മുസ്ലിമി ഇൻദ മൗതിഹി വഫി ഖബരിഹി വയൗമ യഖ്റുജു യൗമൽ ഖിയാമ മിൻ ഖബരിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞും ചൊല്ലിയും ഉൾക്കൊണ്ടും അതിനനുസൃതമായും ആണ് ജീവിച്ചതും അതു ചൊല്ലിയാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാളുടെ മരണസമയത്ത് അയാളുടെ കൂട്ടുകാരനായിരിക്കും. ആ കൂട്ടുകെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബറിലും അയാളോടൊപ്പം തുടരും. അയാൾ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുമ്പോഴും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് സമാധാനവും ശാന്തിയും നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, നിർഭയത്വം നൽകുന്ന കൂട്ടുകാരനായി അയാളോടൊപ്പം ഉണ്ടാകും. മുഅ്മിനീങ്ങളെ ഇതൊരു മറുവശമുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ പലിശക്കാരായ എല്ലാവരും വലിയ കുടവയറുമായി പിശാച് ബാധിച്ച ഭ്രാന്തനെ പോലെയാണ് അവർ പരലോകത്ത് വരിക. ഏതവസ്ഥയിലാണോ ഒരാൾ മരണപ്പെടുന്നത്, ആ അവസ്ഥയിലാണ് അയാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുക. റസൂൽ പറയാണ്, യുബഅസുൽ മയ്യിതു ഫീ സിയാബിഹി അല്ലദീ മാത ഫീ. എന്തു വസ്ത്രം ധരിച്ചുകൊണ്ടാണോ നിങ്ങൾ മരണപ്പെടുന്നത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഖിയാമത്തിൽ വരേണ്ടി വരും. അതിന്റെ വിശദീകരണമായിട്ട് റസൂൽ പറയാ, ഐ ഫീ അഅമാലിഹി അല്ലദീ യമൂതു ഫീഹാ മിൻ ഖൈരിൻ ഔ ശർരിൻ. മരണപ്പെടുമ്പോൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഖൈറാണെങ്കിൽ ഖൈറായ ജോലി, ശർറാണെങ്കിൽ ശർറായത്, അതേ അവസ്ഥയിൽ എഴുന്നേറ്റ് വരേണ്ടി വരും. നമ്മൾ നന്നാക്കേണ്ടത് ജീവിതമാണോ മരണമാണോ? നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ ശരീരമാണോ മനസ്സാണോ? നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ ഭൗതികമായ സംസ്കാരമാണോ അതോ ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമാണോ? മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും അല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്തറിയോ? നടുപ്പാതിര വരെ മൊബൈലിലും ഇന്റർനെറ്റിലും വൃത്തികേടുകളും അല്ലാത്തതും കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ആളുകൾ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ തിരിച്ചു വരേണ്ടത് എങ്ങനെയായിരിക്കും? വൃത്തികേട് ചെയ്യുമ്പോൾ മരണപ്പെടുന്നവൻ തിരിച്ചു വരേണ്ടത് എങ്ങനെയായിരിക്കും? ഹറാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവർ തിരിച്ചു വരേണ്ടത് എങ്ങനെയായിരിക്കും? എവിടെ വെച്ചാണ് നമ്മളെ മരണം പിടികൂടുക എന്ന് ആർക്കറിയും? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഫഅഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തി ദുനിയ ദാലിക മബ്ലൗഹും മിനൽ ഇൽമ. ദുനിയാവിനു വേണ്ടി മാത്രം ജീവിക്കുന്ന, ദുനിയാവിന്റെ നന്മയിൽ മാത്രം താല്പര്യമുള്ള, IAS പഠിച്ച് IPS പഠിച്ച് ആർക്കിടെക്റ്റായി ഉയർന്ന ശമ്പളം വാങ്ങി, പക്ഷെ നന്നായി നിസ്കരിക്കാൻ അറിയില്ല, നന്നായി ഖുർആൻ ഓതാൻ അറിയില്ല, തൗഹീദ് എന്താണെന്നറിയില്ല, ഇബാദത്തുകളെ കുറിച്ച് പിടുത്തല്ല, ഇപ്പോഴും നോമ്പെടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, അല്ലേ?
നമ്മുടെ ആളുകളുടെ അവസ്ഥയാണ്. നമ്മെക്കുറിച്ചുള്ള ബോധം അവഗണിച്ച് ദുനിയാവ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരെ വിട്ടേക്ക്. അവർ വിചാരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ അങ്ങേയറ്റം ദുനിയാവിന്റെ നന്മയാണ് മുസ്ലിമേ. അവരെ നിങ്ങൾ കാണേണ്ടതില്ല. മറ്റൊരു വചനം സൂറത്തുർ റൂം. ദുനിയാവിന്റെ പുറംമോടികൾ മാത്രമാണ് അവർക്ക് താല്പര്യം. അതിനെ മാത്രമാണ് അവർക്കറിയുക. അതിനെക്കുറിച്ചാണ് അവരുടെ ചിന്ത. അത് നന്നാക്കിയെടുക്കാനാണ് അവരുടെ നെട്ടോട്ടം. എവിടെ വെച്ചും എത്തിപ്പെടാവുന്ന പരലോകത്തെക്കുറിച്ച് ആ വിഭാഗം അലസരാണ് ജനങ്ങളെ, വിട്ടേക്ക് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെയാണ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, മങ്കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദുനിയാവിന്റെ മേന്മകളാണ് ഒരാളുടെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമെങ്കിൽ പരലോകമാണ് ഒരാളുടെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമെങ്കിൽ അയാൾക്ക് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒപ്പിച്ചു കൊടുക്കും. അയാളുടെ കൺതടങ്ങളിൽ ആത്മവിശ്വാസവും ഐശ്വര്യവും ധന്യതയും ശുക്റും ദിക്റും നിറഞ്ഞു നിൽക്കുന്നതിന്റെ അടയാളമുണ്ടാകും. മാത്രവുമല്ല അയാൾക്ക് ആവശ്യമായ തോതിൽ ഹലാലായ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് നൽകുകയും ചെയ്യും. എന്നാൽ വമങ്കാനത്തി ദുനിയാ ഹമ്മഹു, ഒരാൾ ദുനിയാമോഹിയാണ് എങ്കിൽ ഫറഖല്ലാഹു ശംലഹു, അയാളുടെ മനസ്സിന് ഒരിടത്തും ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അയാൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി വ്യത്യസ്തങ്ങളായ ചിന്തയും ഭാവവും ഒക്കെ ആയിട്ട് അയാൾ അങ്ങനെ പോകും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, അയാളുടെ കണ്ണിൽ കിട്ടിയാൽ അടങ്ങാത്ത ആർത്തിയുടെ, അത്യാർത്തിയുടെ, പിന്നെയും പിന്നെയും വേണമെന്ന മോഹം അയാളുടെ കൺതടങ്ങളിൽ ഉണ്ടാകും. വലം യുഅ്തിഹി മിന ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അയാൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല, റബ്ബ് അയാൾക്ക് എന്താണോ വിധിച്ചത് അത് മാത്രമേ കിട്ടുകയും ചെയ്യുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം തിർമിദിയും ഇബ്നു മാജയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണം എന്ന് വിചാരിക്കുന്നവർ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട യൗവനം പ്രധാനമായും പറയേണ്ട ഒരു സംഗതിയാണ്. മൊബൈൽ നമ്മളുടെ ഒരു ലഹരിയാണ്. നിങ്ങൾ മദ്യപിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു, കഞ്ചാവടിക്കുന്നു എന്നതല്ല നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടേതായ ന്യൂജൻ കാലഘട്ടത്തിൽ ചില ലഹരികളുണ്ട് അല്ലേ? അത് ചിലപ്പോൾ രാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ പോയി ഇരുന്ന് 12 മണി 1 മണി വരെ വർത്താനം പറഞ്ഞിരിക്കലായിരിക്കും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ചാറ്റ് ആയിരിക്കും. ഇപ്പൊ ഈ അടുത്തൊരാൾ പറഞ്ഞത്, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും കേരളത്തിലും ഇരുന്നിട്ട് ഒരു ഗെയിം ഉണ്ടല്ലോ, അല്ലാഹു അഅലം, ഒരു ഗെയിം ഉണ്ടല്ലോ, ഇത് വെടിവെച്ച് കളിക്കലാണല്ലേ ഗെയിം. അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മകൻ. രാത്രി 12:30 ആയാലും ഉറങ്ങണില്ല. അപ്പൊ അതിനെക്കുറിച്ച് അവനോട് പലതവണ ആവർത്തിച്ചിട്ട് കേൾക്കാതിരുന്നതിന്റെ ഫലമായി അവനോടൊന്ന് ദേഷ്യപ്പെട്ടപ്പോ 35,000 രൂപയുടെ മൊബൈല് അവൻ എടുത്തിട്ട് കരിങ്കല്ല് പോയി കുത്തി പൊട്ടിച്ചോളാ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഉമ്മാക്ക് വയ്യാത്തടത്ത് ഉമ്മാന്റെ ഉമ്മാക്ക് ഇങ്ങനെ ഗ്ലൂക്കോസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നവിടത്ത് നമ്മുടെ മക്കളൊന്ന് കൊണ്ടുപോയിട്ട് ഞാനിപ്പോ വരാം, ഇജ്ജ് ഇവിടെ കുറച്ചു നേരം ഇരിക്കുന്നെന്ന് പറഞ്ഞു നോക്കാണ്. ഗ്ലൂക്കോസ് ആയിട്ട് കഴിഞ്ഞു പോയിട്ട് ബ്ലഡായി കൂടി ഇങ്ങോട്ട് കയറി വന്നാലും കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടികൾ എവിടെ ഇരിക്കും? കുട്ടികളതിന്റെ മുമ്പിലായിരിക്കും.
ഇതാണ് ആധുനിക ലഹരി അല്ലേ? നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വായിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ മരിക്കുന്നത് ലഹരി ബാധിച്ചവനായിക്കൊണ്ടാണ് എങ്കിൽ, വല്ലാത്തൊരു ഹദീസാട്ടോ, ലഹരി ബാധിച്ചവനായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ ആ ലഹരി ബാധിച്ചവനായിക്കൊണ്ട് തന്നെ അയാൾ എഴുന്നേറ്റ് വരേണ്ടി വരുന്നു. എങ്ങനെയെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മമ്മാത സക്കറാനൻ, ഒരാൾ ഒരു ലഹരിയിലായി കൊണ്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അയാൾ മലക്കുൽ മൗത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും അയാളുടെ ആ ലഹരിയോടുകൂടി തന്നെയായിരിക്കും. കഴിഞ്ഞില്ല, ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകളുടെ മുമ്പിലും അയാളുടെ ഈ ലഹരി ഉണ്ടാകും അയാൾക്ക്. കഴിഞ്ഞില്ല, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴും അയാൾക്ക് ഈ സക്രാനായിരിക്കും, അയാൾ ഈ ലഹരിയിൽ തന്നെ ആയിരിക്കും. സക്രാൻ എന്ന് വിളിക്കപ്പെടുന്ന നരകത്തിന്റെ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും അയാളുടെ ആവാസവും എന്ന് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടേന്ന ചില സംഗതികളുണ്ട്. വമാഹാദിഹിൽ ഹയാത്തി ദുനിയ ഇല്ലാ ലഅബും വലഹവ്, ഈ ദുനിയാവ് കളി തമാശകൾ മാത്രമാണ്, കളി തമാശകൾ മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയൽ ഹയവാനു ലൗ കാനൂ യഅലമൂൻ എന്നാണ്. യഥാർത്ഥത്തിലുള്ള ജീവിതം ഇതിനപ്പുറത്തുള്ള ലോകത്താണ്. ലൗ കാനൂ യഅലമൂൻ, ഈ സമുദായം അതൊന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവെങ്കിൽ, മനസ്സിലാക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. നോക്കൂ, വലൈൻ അഖർനാ അൻഹുമുൽ അദാബ, ഇതൊക്കെയായിട്ട് എന്തുകൊണ്ട് നമ്മളൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല, അത് ഇങ്ങനെ തന്നെയാണ്, പോട്ടെ കുഴപ്പമില്ല എന്ന് വെച്ചാണ് നമ്മളുടെ നിലപാട് എങ്കിൽ ഖുർആൻ പറയാം, വലൈൻ അഖർനാ അൻഹുമുൽ അദാബ ഇലാ ഉമ്മത്തി മഅദൂദ, കൃത്യമായ ഒരു അവധി വരെയാണ് നമ്മളെ അല്ലാഹു ഇവിടെ ജീവിപ്പിക്കുക. അതിനിടയിൽ ശിക്ഷയൊന്നും വരാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് വരിക തന്നെ ചെയ്യും. അലാ യൗമ യഅതീഹിം ലൈസ മസ്റൂഫൻ അൻഹും, അത് അവരുടെ തലക്കു മുകളിൽ കൂമ്പാരം കൂടി വരുന്ന ദിവസത്തിൽ അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അന്ന് നമ്മളോട് ചെയ്തോളൂ ഇതൊക്കെ നിർബന്ധമാണ്, സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമുദായവും മാതാപിതാക്കളും ഉസ്താദന്മാരും ഒക്കെ പഠിപ്പിച്ചു തന്ന മൂല്യവത്തായ ഒരു ജീവിതമുണ്ട്, അതിനെയാണ് ഒഴിവാക്കിയത്. ആ മൂല്യങ്ങളെല്ലാം നന്മകളെല്ലാം ധർമ്മങ്ങളെല്ലാം അതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മെ പരിഹസിച്ച് ചിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത എൻ്റെ ജീവിതം എങ്ങനെയാവണം എന്നല്ല, പിന്നെയോ എൻ്റെ മരണം എങ്ങനെയാവണം എന്നാണ്. ഞാൻ മരിക്കേണ്ടതെങ്ങനെ, ഞാൻ എവിടെ വെച്ച് മരിക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല, ഒരു ഉറപ്പുമില്ല. നമ്മളിത് കേട്ടിവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താമെന്ന് വിട്ടൊരു പ്രതീക്ഷയും നമുക്കില്ല. പക്ഷെ നമ്മളിതിൻ്റെ വഴിയിൽ വീണാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ നിമിഷം മറ്റൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ. ആ ലോകത്തേക്ക് എത്താൻ ഈ മരണം നന്നാക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മരണം നന്നായി കിട്ടാനുള്ള ജീവിത രീതിയുടെ പേരാണ് ശരിക്കെന്ത്? തഖ്വയുള്ള ജീവിതം എന്നത്. അങ്ങനെ മുത്തഖികളായി മാറാനാണ് എല്ലാ ജുമുഅ ഖുതുബകളിലും 1450 വർഷമായി ഈ സമുദായം നിരന്തരം ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അങ്ങനെയല്ലേ? ഹഖ്ഖ തുഖാതിഹി, തോന്നുമ്പടിയല്ല, ഞാൻ കാണിച്ചു തന്നതുപോലെ റസൂലിന് മറുപടി വിശദീകരണം, ഞാൻ കാണിച്ചു തന്ന ഒരു ജീവിതമുണ്ട്, അങ്ങനെ ജീവിക്കുവിൻ. വലാ തമൂതുന്ന, മരിക്കാനിടയാവരുത്, ഇല്ലാവ അൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ എന്ന് ഖുർആൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെന്തറിയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. ഇന്നത്തെ അർത്ഥം എന്താ അറിയോ? പഠിച്ചോനെ, ഈ ദുനിയാവിൽ ഒരാൾക്ക് എന്തൊക്കെ കിട്ടണോ, അധികാരവും അറിവും ഉൾപ്പെടെ എല്ലാം നീ എനിക്ക് ദുനിയാവിൽ തന്നു. പക്ഷെ പഠിച്ചോനെ, എന്റെ ആഗ്രഹം എന്താ അറിയോ? തവഫനി മുസ്ലിമൻ. പഠിച്ചോനെ, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതിവിടെ അവസാനിക്കും. റബ്ബെ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ.
വഅൽഹഖനി ബിസ്സാലിഹീൻ, ഇതിനപ്പുറത്ത് സച്ചരിതരായ മനുഷ്യർ മരണപ്പെട്ടു പോയവർ ജീവിക്കുന്ന ഒരു ലോകമുണ്ട്, ആ ലോകത്ത് അവരോടുകൂടെ ചേരാനുള്ള യോഗ്യത നൽകണമേ എന്നാണ് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയായി സൂറത്ത് യൂസുഫിലൂടെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ അള്ളാഹു പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അത്ര ബേജാറുണ്ടാവണം. പ്രവാചകനാണ്, മാപ്പ പ്രവാചകനാണ്, മൂത്താപ്പ പ്രവാചകനാണ്, വല്യപ്പ പ്രവാചകനാണ്. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ചുറ്റുപാടുകളിൽ മുഴുവനും നിലനിൽക്കുന്ന പ്രവാചകന്മാരാണ്. പക്ഷേ മഹാനവരുടെ പ്രാർത്ഥന തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ എന്നാണ്. അതുകൊണ്ട് കേവലാർത്ഥത്തിലുള്ള ഒരു പരിഗണന പോരാ, മരണത്തെക്കുറിച്ച് സദാ ജാഗരൂകരായിരിക്കണം. നല്ല മരണം സിദ്ധിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ربي اغفر لي ولوالدي ربي ارحمهما كما ربياني صغيرا. الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب. اللهم صل وسلم وبارك على محمد وعلى آل محمد. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ആദരണീയരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനുയായികളായി ജീവിക്കാനും മരിക്കാനും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ കണ്ടിരുന്നത്, ജീവിതത്തെ കണ്ടിരുന്നത് ചില പ്രാർത്ഥനകളിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിങ്ങനെയൊക്കെയാണ്: അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി ഇൻദ ലിഖാഇക് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച്. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി ഇൻദ ലിഖാഇക, അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എത്ര കാലമാണെങ്കിലും അതിലേറ്റവും നല്ല ദിവസം ഞാൻ മരിക്കുന്ന ദിവസമാക്കി തരണമേ. സുബ്ഹാനല്ലാഹ്. പഠിച്ചോനെ, ഞാൻ എത്ര കാലം ജീവിച്ചാലും അതിലേറ്റവും നല്ല ദിവസം ഞാൻ മരിക്കണ ദിവസമാവണം എന്ന് പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിനാ ഖവാത്തിമഹാന, പഠിച്ചവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മം അത് ഞാൻ മരിക്കുമ്പോൾ ചെയ്യണത് അവിടെയാണ്. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കർമ്മാവണം പഠിച്ചവനെ ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. നമ്മൾ എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്, ഇപ്പോഴും ചെയ്യാൻ മനസ്സുള്ളവരാണ്. പക്ഷേ റസൂൽ ആ പ്രാർത്ഥന നോക്കാണ്, ഇന്ന് വരെ ചെയ്തതൊന്നും അല്ല പഠിച്ചവനെ, അതിനേക്കാൾ നല്ല ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനേ. ദാവൂദ് അലൈഹിസ്സലാം മരണപ്പെടുന്നത്, മൂസ അലൈഹിസ്സലാം മരണപ്പെടുന്നത് സുജൂദിലായിട്ടാണ്. എന്താ സുജൂദിന്റെ പ്രത്യേകത അറിയങ്ങൾ? അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് എന്നാണ്. ഒരടിമക്ക് തൻ്റെ ഉടയവനായ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന അവസരം അവന്റെ സുജൂദിന്റെ സമയമാണ്. അതുകൊണ്ട് പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നുവോ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവീൻ എന്നാണ്. അപ്പോ അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിനാ ഖവാത്തിമഹ, ഞാൻ എന്തൊക്കെ ചെയ്താലും ശരി പഠിച്ചോനെ, അതിനേക്കാളൊക്കെ നല്ലൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. എൻ്റെ മക്കളെ, ഈ വൃത്തികേട് കാണുകയും കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മരണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പരലോകം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പിന്മടങ്ങുക, വളരെ വേഗത്തിൽ പിന്മടങ്ങുക, തൗബ ചെയ്യുക, തിരിച്ചു നടക്കാൻ ശ്രമിക്കുക. നോക്കൂ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ, ആയുസിന്റെ ഏറ്റവും അവസാനം ഏറ്റവും നന്നാക്കി തരണമേ. വഖൈറ അമലി ഖവാത്തിമഹു, കർമ്മങ്ങളിൽ ഏറ്റവും നല്ലതും എൻ്റെ അവസാനത്തെ കർമ്മമാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാക, പടച്ചവനെ, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയമാവണമേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. ഇലാഹി അതാഅതുക, എൻ്റെ രക്ഷിതാവേ, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ നിന്നെ അനുസരിച്ചിട്ടുണ്ട്. വലക്കൽ മന്നു അലയ്യ ഫി അഹബ്ബിൽ അശ്യാഇ ഇലൈക്, പടച്ചവനെ, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ
എനിക്ക് തോന്നിപ്പിച്ചത്, നിനക്ക് ഏറ്റവും തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നിപ്പിച്ചത് നീ എന്നോട് കാണിച്ച ദയാദാക്ഷിണ്യമാണ് റബ്ബേ. എന്താണ് ആ ഏറ്റവും നല്ല കാര്യം? അൽ ഈമാനു ബിക വതസ്ദീഖ ബിറസൂലിക്, അല്ലാഹുവേ നിന്നിൽ പൂർണ്ണാർപ്പണം ചെയ്യാൻ, ശുദ്ധമായ ഈമാൻ കൊണ്ട് ജീവിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അനുസരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നതാണ് ദുനിയാവിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അവസ്ഥ. ആ അവസ്ഥ എനിക്ക് പ്രദാനം ചെയ്തതിന് നിനക്ക് എത്ര ശുക്ർ കാണിച്ചാലും മതിയാവില്ല റബ്ബേ എന്നൊക്കെയാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും. പ്രിയപ്പെട്ടവരെ, അവസാനം ആദ്യം പറഞ്ഞത് തന്നെ പറയും, ജീവിതമല്ല നന്നാവേണ്ടത്, ജീവിതമല്ല. ജീവിതം കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്തുള്ളതാണെങ്കിലും അത് നമ്മുടെ മരണത്തോടുകൂടി ആ കഷ്ടപ്പാട് അവസാനിക്കും. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ മാരക രോഗത്തിനടിമയാണെങ്കിലും അതും ആ മരണത്തോടുകൂടി അവസാനിപ്പിക്കും. എന്ത് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വൈകല്യവും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മരണത്തോടെ അവസാനിക്കും. പക്ഷേ ആപത്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ് എങ്കിൽ പിന്നീട് അതിന് അവസാനമില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹുവേ എന്റെ ദീനി ബോധം, ദീന് നന്നാക്കി തരണമേ. അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ സകല കാര്യങ്ങളുടെയും അടിസ്ഥാനം ഇരിക്കുന്നത് അവിടെയാണല്ലോ, അത് നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആസി, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിലാണല്ലോ റബ്ബേ, ഇവിടെ എനിക്ക് നന്മ, എന്റെ ദുനിയാവ് നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ആഖിറത്തില്ലതി ഹിയ മഅാദി, പടച്ചവനെ ഞാൻ മടങ്ങി ചെല്ലേണ്ട പരലോകമാണല്ലോ, അവിടെയും എനിക്ക് നന്നാക്കി തരണമേ. വജഅലിൽ ഹയാത്ത ഖൈറൻ ലിസിയാദതി, പടച്ചവനെ ദുനിയാവ് ഖൈറ് വലുതാക്കി തരാൻ, അമല് നന്നാവാനുള്ള സാഹചര്യം ഉണ്ടാക്കണേ. വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർർ, എന്തെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും റബ്ബേ എന്റെ മരണം അതിനൊക്കെയുള്ള പരിസമാപ്തിയാക്കണമേ. വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർർ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള റാഹത്താക്കി, സന്തോഷമാക്കി, വിശ്രമമാക്കി എന്റെ മരണത്തെ മാറ്റണമേ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അവിടെയും ആ പ്രാർത്ഥന പോയി അവസാനിക്കുന്നത് എന്റെ മരണം നന്നാവുക എന്നിടത്താണ്. മരണം നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിലാണ് നമ്മൾ മരിച്ചു പോകേണ്ടത് എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന യമൂതു അല അറഖി ജബീനിഹി, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നവനാണ് മുഅ്മിൻ. അങ്ങനെയായിരിക്കും മുഅ്മിൻ മരണപ്പെടുക. എന്ത് നോക്കിയാലും അവന്റെ തലയില്, അവന്റെ നെറ്റിത്തടത്തില്, മനസ്സിൽ, നാവില്, ചുണ്ടില്, അവന്റെ സമ്പത്ത്, പോക്കറ്റില് ഒരു നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അതവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഅ്മിനായ മനുഷ്യന്മാർ മരണപ്പെട്ടു പോകും. അതാണ് അവരുടെ പ്രത്യേകത എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരക്കാരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഒരു മരണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള പ്രേരണ ചെലുത്തുന്ന ട്രാൻസ്ഫോമറുകളായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഏത് സമയവും മരണം പിടികൂടുമെന്ന ഭയപ്പാടോടെ ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെടുന്നവരിൽ റഹ്മാനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഇണകളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാത്തരം വീഴ്ചകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും റഹ്മാനെ മാപ്പ് നൽകണമേ ഗഫൂറെ. അവയൊക്കെ പരിഹരിക്കുന്ന രൂപത്തിൽ, പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ നിരന്തരം സൽക്കർമ്മ നിരതരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ അവയിലെ ഏറ്റവും നല്ല സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന അന്നാൾ അത് നിനക്ക് ഇഷ്ടപ്പെട്ട നാളായി മാറാനും അന്ന് ഈ ദുനിയാവിനോട് വിട പറയാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നീക്കിത്തരണമേ റഹ്മാനെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ
നൽകണമേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ അവരോട് കൂടാൻ, അവരോട് ചേരാൻ ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. توفنا مسلمين والحقنا بالصالحين. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدنا وأغننا من النار. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.